കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോഴും LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് LDFിനു വേണ്ടി ഇത്തവണയും കളത്തിലിറങ്ങുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? ഈ തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയമുണ്ടാക്കും. കണ്ണൂരിൽ കേരളത്തിലുടനീളം വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം ജനങ്ങൾ നൽകും. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കണം എന്ന തീരുമാനമാണ് കേരളത്തിലുടനീളം കാണാൻ കഴിയുന്ന ഒരു ജനവികാരം. പക്ഷേ UDFിൻ്റെ നേതാക്കളുമായിട്ടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ വലിയൊരു ആത്മവിശ്വാസമാണ് കണ്ണൂരിൽ പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ണൂർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവർ തിരിച്ചു പിടിക്കണം എന്നാലും അവർ തീരുമാനിക്കുമല്ലോ. അവരുടെ ആത്മവിശ്വാസം കൊണ്ട് അവർ നടന്നോട്ടെ. എൻ്റെ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ ആത്മവിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. ഇതാ നോക്കിയേ, ഈ അമ്മമാരും നാട്ടുകാരും ജനങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ ജനങ്ങളൊക്കെ അങ്ങയുടെ കൂടെ ഉണ്ട്. പിന്നെ സംശയം എന്താ, ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1647 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം ദൃശ്യസാക്ഷിയാണ് കാണാൻ. അതുപോലെ കേരളത്തിലാണെങ്കിൽ പിണറായി സഖാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വെള്ളപ്പൊക്ക ഭൂകമ്പ കെടുതികൾ കൊണ്ട് മുഴുവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ കൊടുത്ത വീട്, മനോഹരമായ കൊച്ചു വീടുകൾ. ഈ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യ വിമോചിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതാരാ? കേന്ദ്ര ഗവൺമെൻറ്റാണ് പ്രഖ്യാപിച്ചത്. സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന കേരളത്തിൽ മറ്റേത് സംസ്ഥാന സർക്കാരിനേക്കാളേറെ അതിദാരിദ്ര്യ വിഭാഗമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിയതിൻ്റെ ബഹുമതി നമുക്ക് ലഭിച്ചു. അതെല്ലാം ബഹുമതിക്ക് വരരുത്. ഈ അമ്മമാരും എല്ലാവരും അതിൽ പങ്കാളികളാണ്. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. വാഗ്ദാനങ്ങൾ നിറവേറ്റും. അതെല്ലാവർക്കും അറിയാം. അമ്മമാർക്കും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1ാം സ്ഥാനം കേരളത്തിൽ, ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ 1ാം സ്ഥാനം കേരളത്തിൽ, വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്ന നിലക്കുള്ള ബഹുമതി കേരളത്തിൽ. അങ്ങനെ എത്ര A+കളും ഫസ്റ്റ് ക്ലാസ്സുമാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുകയില്ലേ? കണ്ണൂർ മണ്ഡലത്തിൽ 1647 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് 10 വർഷങ്ങൾ നടന്നത്. ഇനിയുണ്ട് ചെയ്യും. അതിനവസരം ഉണ്ടാക്കി തരുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. NDA സ്ഥാനാർത്ഥിയെ സംസാരിച്ച സമയത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് സംസാരിച്ച അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം, പ്രത്യേകിച്ച് അങ്ങേക്കെതിരെയൊക്കെ ഉന്നയിച്ചൊരു ആരോപണം, കേന്ദ്ര പദ്ധതിക്ക് അപ്പുറത്തൊന്നും ഇവിടെ കണ്ണൂരിലൊന്നും നടപ്പാക്കിയിട്ടില്ല. ഒരിക്കലും ആശയം പറഞ്ഞ് നടക്കാനുള്ള വേറെ പണിയില്ല. കേന്ദ്രത്തിന് ഒരു ചുക്കൂല കേന്ദ്രത്തിന്. ഇതെല്ലാം സംസ്ഥാനത്ത് പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കിയ പരിപാടികളല്ലാതെ ഒന്നുമില്ല. അവർ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും. എന്തെല്ലാം തടസ്സം ഉണ്ടാക്കാൻ കഴിയുമോ ആ തടസ്സമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെല്ലാം ചെയ്യും. അവസാനമായിട്ട് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ K. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. അത് എത്രമാത്രം താങ്കൾക്ക് അനുകൂലമാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്? അല്ല, അത് മറുഭാഗത്ത് നടക്കുന്ന ഏതെങ്കിലും സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുകയും പ്രതികരിച്ചിരുന്നു. അതിനപ്പുറത്ത് അടിസ്ഥാനപരമായി ജനകീയ പ്രശ്നങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറുഭാഗത്തുണ്ടാക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ അവരുടെ ജന്മസിദ്ധമായ വൈകല്യങ്ങളുടെ ഭാഗമാണ്. അതൊന്നൊരു പുതുമയുള്ള കാര്യമല്ല. അതെല്ലാം അവിടെ നടന്നോട്ടെ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഇനി ഇന്ന കാര്യം ചെയ്യും. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റമാണ് UDF. അല്ല, അതല്ല അങ്ങനെ ചില തദ്ദേശ പ്രാദേശിക കാര്യങ്ങളൊന്നുമില്ല. ഇത്തവണയും കടന്നപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിത്വം അത്ഭുതം കണ്ണൂരിൽ സൃഷ്ടിക്കും. അതല്ല, കണ്ണൂരിൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചു വന്ന് സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിതനാകും. അത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അമ്മമാരൊക്കെ എന്തായാലും വലിയ പ്രതീക്ഷയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, വീണ്ടും ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വരും, 3ാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും, കണ്ണൂരിൽ ഇത്തവണയും താൻ തന്നെ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടേക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.